സംവിധായകൻ കമൽ നമുക്കിപ്പം ചേരുകയാണ്. വളരെയധികം സന്തോഷത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാലിനാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. താങ്കൾ ഈ ഒരു സന്തോഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് കമൽ? എല്ലാ മലയാളിയെ പോലെ, ലോകത്തുള്ള എല്ലാ മലയാളികളെ പോലെ എനിക്ക് മതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങൾ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവരിലെ എല്ലാവർക്കും കൂടുതൽ സന്തോഷമുണ്ട്. എത്രയോ വർഷമായിട്ടുള്ള ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ട്. സഹപ്രവർത്തകർ എന്നുള്ള രീതിയിൽ അത്രയും ആത്മബന്ധമുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വലിയ സന്തോഷം തന്നെയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും മോഹൻലാലിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. മോഹൻലാലിന്റെ സിനിമകളും മോഹൻലാലിന്റെ കഥാപാത്രങ്ങളും ഇല്ലാതെ മലയാളിക്ക് അവരുടെ ജീവിതം തന്നെ കൊണ്ടുപോകാൻ സാധിക്കാതെ വിധം എല്ലാവരുടെ മനസ്സിലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ആക്ടറുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത്. ഏത് തരം കഥാപാത്രങ്ങളായാലും ശരി, അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ നമുക്ക് നോക്കിയാൽ അറിയാലോ, ഇത്രയും വർഷം ഏറ്റവും അവസാനം തുടരും, ഹൃദയപൂർവ്വം ഒക്കെ എത്തിയപ്പോഴും നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അഭിനയം നമുക്ക് മടുത്തിട്ടില്ല. ഇന്നുവരെ നമുക്ക് മടുത്തിട്ടില്ല ഒരു സിനിമയിൽ പോലും. മോഹൻലാൽ അഭിനയിച്ചത് മോശമായി ഇന്ന് വരെ ഒരു സിനിമയിൽ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ആക്ടറെ അംഗീകരിക്കാന്ന് പറയുന്നത് വൈകിപ്പോയി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അത് ഇന്ത്യൻ സിനിമക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മലയാള സിനിമയ്ക്ക് മാത്രമല്ല, അദ്ദേഹം മലയാള സിനിമയുടെ മാത്രം ആക്ടറല്ല, അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു മികച്ച അഭിനേതാവിൽ ഒരാളാണ് അദ്ദേഹം. അപ്പൊ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമാണ് മോഹൻലാൽ. നമുക്ക് മലയാളികളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു അഭിമാനവും അഹങ്കാരവും ഒക്കെയാണ് മോഹൻലാൽ. അദ്ദേഹത്തിന് ഇത് കിട്ടിയെന്ന് പറയുന്നത് വലിയ സന്തോഷം. അതും ഒരു ആക്ടർക്ക് ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ ഫാൽക്കെ അവാർഡ് കിട്ടുന്നത്. അതിനു മുമ്പ് കിട്ടിയിട്ടുള്ള അടൂർ സാർ സംവിധായകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും നമുക്ക് അഭിമാനിക്കാം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പകരം വെക്കാനില്ലാത്ത ഒരുപാട് സിനിമകളല്ല, ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ തന്നെ മോഹൻലാലിനെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്നുണ്ടാവും. അതിൽ പലതും താങ്കളുടെ സിനിമകൾ അടക്കമാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എത്രമാത്രം അഭിമാനമാണ് താങ്കൾക്ക് തോന്നുന്നത്? അത് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ മോഹൻലാലുമായിട്ട് പരിചയമുണ്ട്. ഞാൻ സംവിധായകനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മോഹൻലാലുമായിട്ട് ഒരുമിച്ച് പടങ്ങൾ ചെയ്തു. എൻ്റെ ആദ്യത്തെ സിനിമയിലെ നായകൻ മോഹൻലാലാണ്. പിന്നെ മോഹൻലാൽ നിർമ്മിച്ച 2 സിനിമകൾ ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഉണ്ണികളൊരു കഥ പറയാം, ഓർക്കാപ്പുറത്തൊക്കെ. അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴുണ്ടായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ തന്നെ ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വളർച്ച കണ്ടിട്ടുള്ള ആൾക്കാർ കൂടിയാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ തന്നെ. അദ്ദേഹം തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളിലൂടെയും മികവാർന്ന് വന്നത് എങ്ങനെയാണെന്ന് അനുഭവിച്ചും കണ്ടും അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക്, മലയാളി പ്രേക്ഷകരെ പോലെ തന്നെ. അപ്പൊ നമുക്കൊക്കെ അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ലേ, ഏറ്റവും വലിയ അഭിമാനമല്ലേ. അതെ, അത് തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ കമൽ ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന്.